എന്നെയും എൻ്റെ ഭാര്യയെയും സ്വന്തം മക്കളെപ്പോലെ കാണുകയും അവർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപകാരങ്ങളും എല്ലാ നന്മകളും അവിടെ നിന്ന് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിലെ എഴുത്തുകാരനെ സ്വർഗത്തിലെ ദൈവം പുറത്തെടുത്തത് ആ മാസിക പ്രവർത്തനങ്ങളിലൂടെ കൂടെ ആയിരുന്നു. എന്നെ ദൈവം തൻ്റെ പ്രവർത്തന മൂശയിലിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന അനുഗ്രഹീതമായ പരിശീലന കേന്ദ്രമായിരുന്നു അത്. വീണ്ടും എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ പ്രേക്ഷകർക്ക്, ശ്രോതാക്കൾക്ക് അഭിവാദ്യങ്ങൾ, ക്രിസ്തീയ സ്നേഹ അഭിവാദ്യങ്ങൾ. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും അനുഭവ പാഠങ്ങളുമാണ് ഞാൻ ദൈവനാമ മഹത്വത്തിനായി എൻ്റെ ശ്രോതാക്കൾ സമക്ഷം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം അനുസ്മരിപ്പിച്ചതുപോലെ ഇത് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അംഗീകാരം ലഭിക്കാനോ മറ്റുള്ളവരുടെ അപ്രീസിയേഷന് വേണ്ടിയോ അല്ല. രണ്ടുദ്ദേശങ്ങളാണ് ഇതിൻ്റെ പിമ്പിലുള്ളത്. ഒന്ന്, ദൈവനാമം മഹത്വപ്പെടണം. രണ്ട്, അടുത്ത തലമുറ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വെല്ലുവിളിക്കപ്പെടണം, ആകർഷിക്കപ്പെടണം എന്നുള്ളതാണ് ഇതിൻ്റെ പിമ്പിലെ ചേതോവികാരം, ഇതിൻ്റെ പിമ്പിലെ ആഗ്രഹം. ഇന്നേക്ക് 45 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1980 ഒക്ടോബർ മാസം 23-ാം തീയതി ദൈവഹിത്യ, തികച്ചും ദൈവേഷ്ടപ്രകാരം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വലിയവനായ ദൈവം ഭാഗ്യം നൽകി. അത് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ വിവാഹം മൈലപ്ര ബ്രദർ സഭാ ഹാളിൽ വെച്ചാണ് നടന്നത്. ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരനായി ഞാൻ ആ ഹാളിൽ വെച്ച് വിവാഹം നടത്തപ്പെടണം എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു എന്ന് പിൽക്കാല അനുഭവങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇവിടെ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിവാഹാനന്തരം എൻ്റെ ശുശ്രൂഷകൾക്ക് പുതിയ മേഖലകൾ ദൈവം തുറന്നു തരികയായിരുന്നു. ബഹുമാന്യനായ ഡോക്ടർ PV അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ച് ഓഫ് ക്രൈസ്റ്റിലാണ് ഞാൻ അക്കാലത്ത് പ്രവർത്തിച്ചു വന്നിരുന്നത് എന്ന് ഓർക്കുന്നല്ലോ. ആ കാലഘട്ടത്തിൽ പത്തനാപുരം കേന്ദ്രമായി പ്രവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തനത്തിൻ്റെ വിസ്തൃതി, വ്യാപനം ദൈവം കൃപയാൽ വ്യത്യസ്ത മേഖലകളിലേക്ക് തിരിച്ചുവിടുകയുണ്ടായി. വ്യത്യസ്ത മേഖലകളിലേക്ക് അത് വ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ആയൂരടുത്ത് മിഷൻ ഹിൽ CSI സഭയുടെ സംരക്ഷണയിലുണ്ടായിരുന്ന, അവരുടെ കൈവശമുണ്ടായിരുന്ന മിഷൻ ഹിൽ എന്ന, അഥവാ മിഷൻ കുന്ന് എന്നറിയപ്പെടുന്ന ആ സ്ഥലം ചർച്ച് ഓഫ് ക്രൈസ്റ്റ് നേതൃത്വം വിലയ്ക്ക് വാങ്ങുകയും അവിടെ പല സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങുകയും ചെയ്യുവാൻ, പല സംരംഭങ്ങൾ, ആത്മീക സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ദൈവം കൃപ നൽകി. അങ്ങനെ അവിടെ ആരംഭിച്ച മഹത്തായ ഒരു ആത്മീക ശുശ്രൂഷയായിരുന്നു ആർലിൻ ക്രിസ്ത്യൻ ഹോം എന്നറിയപ്പെട്ട അനാഥ മന്ദിരം. എന്നാൽ അതിന് ഞങ്ങൾ അനാഥ മന്ദിരം എന്നല്ല പേരിട്ടിരുന്നത്, സനാഥ മന്ദിരം എന്നാണ് അതിന് ഞങ്ങൾ നാമകരണം ചെയ്തു പോരുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആദരണീയനായ അന്നത്തെ കേരള വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിരുന്ന R ബാലകൃഷ്ണപിള്ള സാറാണ്. അന്ന് ഞാൻ സ്വാഗത പ്രസംഗകനും അദ്ദേഹം ഉദ്ഘാടകനുമായിരുന്നു. അധ്യക്ഷനായിരുന്നത് ആദരണീയനായ ഡോക്ടർ PV അലക്സാണ്ടർ അവർകളാണ്. അന്നത്തെ ആ സമ്മേളനം അവിസ്മരണീയമാണ്. ആ മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട ബാലകൃഷ്ണപിള്ള സാറ് ചെയ്ത ഏതാണ്ട് 1 മണിക്കൂറിലേറെ നീണ്ട സുദീർഘമായ പ്രസംഗത്തിൽ
ബൈബിളിനെയും ക്രിസ്തുവിനെയും കുറിച്ച് അവിടെ കൂടിയ നൂറുകണക്കിന് ആളുകളോട് അദ്ദേഹം സാക്ഷിച്ചത് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ സന്തോഷം ചെറുതായിരുന്നില്ല. മനസ്സിൽ ഇങ്ങനെ പോലും ഞാൻ ആഗ്രഹിച്ചു പോയി, അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രഭാഷകനായി, ക്രിസ്തുവിൻ്റെ സുവിശേഷം ഏറ്റെടുത്ത് പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സുവിശേഷ പ്രസംഗം. അങ്ങനെ പ്രോദ്ഘാടനം ചെയ്യപ്പെട്ട ആർലിൻ ക്രിസ്ത്യൻ ഹോമിൻ്റെ ആദ്യത്തെ വാർഡനായി ഞാൻ ചുമതലയേൽക്കുമ്പോൾ എൻ്റെ വിവാഹാനന്തരം ഞാനും എൻ്റെ സഹധർമ്മിണിയും ഒരുമിച്ച് മിഷൻ കുന്നിലേക്ക് അഥവാ മിഷൻ ഹില്ലിലേക്ക് താമസം മാറ്റി. ഈ കുഞ്ഞുങ്ങളോടുകൂടെ ആദ്യം അവിടെ എടുത്തത് 14 കുഞ്ഞുങ്ങളെയാണ്. ബോയ്സ് ഹോമായിരുന്നു, ആൺകുട്ടികൾ മാത്രമായിരുന്നു. ആ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കാണാനും അവരെ പരിലാളിക്കാനും അവരെ വളർത്താനും ആത്മീകമായി പ്രബുദ്ധരാക്കി സമൂഹത്തിന് ഉത്തമ പൗരന്മാരാക്കി തീർക്കുവാനുള്ള സമഗ്രമായ താല്പര്യത്തോടുകൂടെയും സമഗ്രമായ പദ്ധതിയോടും കൂടെ ആരംഭിച്ച ഒരു മഹത്തായ സംരംഭമാണത്. അതിലാദ്യം ശുശ്രൂഷിക്കുവാൻ പ്രവർത്തിക്കുവാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ സ്തോത്രത്തോടെ ഞാൻ ഓർക്കുകയാണ്. ആ കുഞ്ഞുങ്ങളോടൊപ്പം അവർ താമസിക്കുന്ന അതേ സ്ഥലത്ത് ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് പാർത്ത് ഞങ്ങളുടെ വിവാഹാനന്തരമുള്ള ആദ്യ നാളുകൾ ഞങ്ങൾ അവിടെയാണ് ചെലവഴിച്ചത്. ആ സമയത്ത് കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഒരമ്മച്ചിയും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയ ഒരു മേഖലയിലേക്ക് എൻ്റെ പ്രവർത്തനം വ്യാപിച്ചു. സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി മറ്റ് ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടിയും ഞാൻ അവിടെ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകും. എൻ്റെ ഭാര്യയും ഈ അമ്മച്ചിയും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. ആ പ്രവർത്തനത്തിന് ഈ സനാഥാലയത്തിന് അമേരിക്കൻ മിഷണറിയായിരുന്ന ആർലിൻ റൈസ് എന്ന അനുഗ്രഹീതയായ മിഷണറി വനിതാ രത്നം ആണ് നേതൃത്വം നൽകിയത്. ആ പ്രിയ സഹോദരി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ മാതാവിനെ പോലെ, സ്വന്തം മാതാവിനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരു മിഷണറിയായിരുന്നു ആ മഹിളാ രത്നം. എന്നെയും എൻ്റെ ഭാര്യയെയും സ്വന്തം മക്കളെപ്പോലെ കാണുകയും അവർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപകാരങ്ങളും എല്ലാ നന്മകളും അവിടെ നിന്ന് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാനിങ്ങനെ ചുരുക്കി പറയട്ടെ, ഞങ്ങൾക്കാവശ്യമുള്ള വസ്ത്രം, എനിക്കാണെങ്കിൽ ആവശ്യത്തിനുള്ള ഷൂസ്, കാലിൽ പാദരക്ഷകൾ പോലും, ഇങ്ങേയറ്റം സ്പൂണും ഫോർക്കും പോലും ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ അവിടെ നിന്ന് ആ മാതൃതുല്യയായ ആ പ്രിയപ്പെട്ടവൾ ചെയ്ത നന്മകൾ എനിക്ക് വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. എൻ്റെ ശുശ്രൂഷാ രംഗത്ത് ഏറ്റവും അധികം എന്നെ പ്രോത്സാഹിപ്പിച്ച വിദേശ മിഷണറിമാരിൽ ഒരു അനുഗ്രഹീതയായ ദൈവദാസിയായിരുന്നു അമേരിക്കയിലെ നെബ്രാസ്ക സ്റ്റേറ്റിലുണ്ടായിരുന്ന ആർലിൻ റൈസ് എന്ന ഈ അനുഗ്രഹീതയായ ക്രിസ്ത്യാനി. ആ പ്രിയപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും, ആരോരുമില്ലാത്ത മാതാക്കളോ പിതാക്കളോ ഇല്ലാത്ത ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളോടുള്ള അവരുടെ കാരുണ്യവും സ്നേഹവും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ആ സഹകരണവും ആ ആത്മീക ബന്ധവും ഈ ശുശ്രൂഷാ രംഗത്തേക്ക് എന്നെ മാറ്റുകയായിരുന്നു. അക്കാലഘട്ടത്തിലാണ് ഈ മിഷൻ ഹില്ലിൽ പല സംരംഭങ്ങൾ, ആത്മീക സംരംഭങ്ങൾ, അതേ പദം തന്നെ പറയുന്നത് ആവർത്തന വിരസതയുണ്ടാക്കാം, എങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്. അവിടെ പെട്ടെന്ന് തന്നെ ഒരു ബൈബിൾ കോളേജ് സ്ഥാപിതമാക്കപ്പെട്ടു. സഭയുടെ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് സഭയുടെ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവിടെ ഓഫീസുണ്ടായി. തുടർന്ന് ഒരു ക്രൈസ്തവ മാസിക അവിടെ ആരംഭിച്ചു. ആ മാസിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഒരു പ്രസ് ആ സ്ഥലത്ത് തന്നെ, ആ കോമ്പൗണ്ടിൽ തന്നെ സ്ഥാപിതമാക്കപ്പെട്ടു. അക്കാലഘട്ടത്തിൽ തന്നെയാണ് ഒരു കറസ്പോണ്ടൻസ് കോഴ്സ് ആരംഭിക്കണം എന്ന് ആദരണീയനായ ഡോക്ടർ PV അലക്സാണ്ടർ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച്
അതിന് വേണ്ട മുഴുവൻ കാര്യങ്ങളും ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളും ഇങ്ങേയറ്റം യോഹന്നാൻ്റെ സുവിശേഷത്തെ അധികരിച്ച് ഞാൻ തയ്യാറാക്കിയതായ പാഠപദ്ധതികളാണ് ഇന്നും അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അതിനുശേഷം ഞാൻ തുടങ്ങിയ കറസ്പോണ്ടൻസ് കോഴ്സിലെ രണ്ടാമത്തെ ഭാഗമാണ് രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യത്തോടെയുള്ള പാഠപദ്ധതികൾ. ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് പറയുകയാണെങ്കിൽ സമയം ധാരാളം ആവശ്യമായി വരും. ചുരുക്കിക്കുട്ടി ഞാൻ പറയട്ടെ, എന്നെ ദൈവം തൻ്റെ പ്രവർത്തന മൂശയിലിട്ട് രൂപപ്പെടുത്തിയെടുക്കുന്ന അനുഗ്രഹീതമായ പരിശീലന കേന്ദ്രമായിരുന്നു അത്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ, അനാഥത്വം അനുഭവിക്കുന്നവരെ കരുതാൻ, എൻ്റെ ഹൃദയത്തിൽ അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനസ്സലിവിൻ്റെയും ജനത്തെ കണ്ട് മനസ്സലിഞ്ഞു. പൗലോസ് ലേഖനം എഴുതുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഞാൻ ചുരുക്കി പറയട്ടെ, നഷ്ടപ്പെട്ട ലോകത്തെ നോക്കി ഒരു മനസ്സലിവില്ലാത്ത, അതുപോലെ തന്നെ ജീവിതത്തിൽ ആരോരുമില്ലാതെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന സഹജീവികളെ, അവരെ കാണാനും അവരെ സ്നേഹിക്കാനും കരുതാനും മനസ്സലിവില്ലാത്ത ഒരു ഹൃദയവുമായി സുവിശേഷ വേല ചെയ്യുവാൻ നമ്മൾക്ക് സാധിക്കയില്ല. അങ്ങനെ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ അദമ്യമായ ആ ഭാരം, ജനത്തെ സ്നേഹിക്കാൻ, ജനത്തോട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അഥവാ അഗാപ്പെ ലവ്, ബൈബിളിൽ പറയുന്ന ദൈവസ്നേഹത്തിൽ അവരെ കാണാനും സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും കരുതാനും അവരുടെ വേദനകൾ എൻ്റെ വേദനയായി ഏറ്റെടുക്കാനും കണ്ണുനീരിൽ ദൈവത്തിൻ്റെ വചനം അവരോട് വിതയ്ക്കാനുമുള്ള വലിയ ഭാഗ്യം, പരിശീലനം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകുകയായിരുന്നു. മിഷൻ ഹില്ലിൽ തന്നെ കേരള ക്രിസ്ത്യൻ ബൈബിൾ കോളേജ് KCBC എന്നറിയപ്പെടുന്ന ബൈബിൾ കോളേജ് ആരംഭിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു മാസിക പ്രവർത്തനം ദൈവകൃപയാൽ സമാരംഭിക്കുവാനിടയായി. എന്നിലെ എഴുത്തുകാരനെ സ്വർഗത്തിലെ ദൈവം പുറത്തെടുത്തത് ആ മാസിക പ്രവർത്തനങ്ങളിലൂടെ കൂടെ ആയിരുന്നു. അത് വളരെ സന്തോഷത്തോടെ സ്തോത്രത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം തരാം. അതിൻ്റെ ഈ ചീഫ് എഡിറ്ററായിരുന്നത് ഡോക്ടർ PV അലക്സാണ്ടറാണ്. എന്നാൽ അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിൽ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ഒരു MK മാത്യു സാറ് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ എഴുത്ത് രംഗത്ത് എന്നോടൊപ്പം ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സഹോദരൻ Y തങ്കച്ചൻ എന്ന എൻ്റെ ആത്മസുഹൃത്ത് ആയിരുന്ന ആ വ്യക്തി. അദ്ദേഹം വലിയ സാഹിത്യപ്രേമിയായിരുന്നു. കവിതകൾ, നമ്മുടെ കേരളത്തിൽ മലയാളത്തിൽ ലഭ്യമായിട്ടുള്ള മഹാകാവ്യങ്ങളിലെ കവിതകൾ ഒക്കെ വളരെ ഹൃദ്യമായ നിലയിൽ ചൊല്ലിക്കേൾപ്പിക്കുവാൻ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ കവിതാ പാരായണം, മനഃപ്പാഠം പഠിച്ച് അവ ചൊല്ലിക്കേൾക്കുന്നത് കൂടാതെ അവസരത്തിനൊത്ത് അവ സരസമായും നർമ്മം കലർത്തി ഉപയോഗിക്കുന്നത് ഞങ്ങളൊക്കെ വളരെ ആസ്വദിച്ചിരുന്ന ഒരു മഹനീയമായ കാര്യമാണ്. അദ്ദേഹവും ഞാനുമായിരുന്നു എഴുത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചിരുന്നത്. അദ്ദേഹത്തിനൊരു ബ്രദറൻ പശ്ചാത്തലമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവായിരുന്ന M ജേക്കബ് എന്ന ആളിനെയൊക്കെ ഞാനിവിടെ ഓർക്കുകയാണ്. കൂടാതെ L കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ ദൈവദാസൻ, KK ജോൺ, TJ മാത്യു സാർ തുടങ്ങിയുള്ള ഒരു വലിയ ആത്മീക പ്രവർത്തനത്തിന് മുൻനിരയിൽ നിൽക്കുവാൻ പ്രാപ്തരായ ദൈവം കൃപ നൽകിയ ദൈവദാസന്മാരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഈ ബൈബിൾ കോളേജിൽ തോമസ് എബ്രഹാം സാറ്, ബാബു സാമുവൽ സാറ് ഇവരൊക്കെ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നത്. ഞാൻ ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചത് ഞാൻ വ്യക്തമായി വിശ്വസിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ,
PS തമ്പാൻ എന്ന ഈ പാവപ്പെട്ട മനുഷ്യനെ, ഈ എളിയ ശുശ്രൂഷകനെ യുവത്വത്തിൽ നിന്ന് മുന്നോട്ട് വന്ന് വിവാഹ ജീവിതത്തിലേക്ക് കാലൂന്നി സുവിശേഷ പ്രവർത്തനത്തിൽ സഞ്ചരിച്ചു പോരുന്ന എന്നെ സ്വർഗത്തിലെ ദൈവം വ്യത്യസ്ത മേഖലകളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി ഒരുക്കിയ അനുഗ്രഹീതമായ തലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ കറസ്പോണ്ടൻസ് കോഴ്സിൻ്റെ ഡയറക്ടറായി എന്നെയാണ് നിയമിച്ചത്. അനേക ആളുകൾ ആ കറസ്പോണ്ടൻസ് കോഴ്സ് വഴി ദൈവവചനം പഠിക്കുന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. നിരവധി പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായത്. ആ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് അവസരം ഉണ്ടാക്കി, അഥവാ അവസരം തന്നു. ഈ മാസിക അത് ക്രിസ്ത്യൻ വോയിസ് എന്ന പേരിലാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എഡിറ്റോറിയൽ ബോർഡ് കൂടിയപ്പോൾ ബഹുമാന്യനായ ചീഫ് എഡിറ്റർ ആവശ്യപ്പെട്ടു, നമുക്കിതിന് മലയാളത്തിലൊരു പേര് കണ്ടെത്തണം, അതിന് യുക്തമായ പേര് കണ്ടെത്തുന്ന ആളിന് ഒരു ക്യാഷ് അവാർഡ് തരും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പലരും പല പേരുകൾ സജസ്റ്റ് ചെയ്തെങ്കിലും ക്രൈസ്തവ ധ്വനി എന്ന പേര് ഞാൻ നിർദ്ദേശിക്കുകയും അത് എഡിറ്റോറിയൽ ബോർഡ് അംഗീകരിക്കുകയും എനിക്ക് ഒരു ക്യാഷ് അവാർഡ് അതിൻ്റെ പേരിൽ തരികയും ചെയ്തു. ഞാൻ പറയട്ടെ, ആ മാസികയിലെ എഡിറ്റോറിയൽസ് മിക്കവാറും എല്ലാം എഴുതിയിരുന്നത് ഞാനാണ്. എൻ്റെ സ്മൃതിപഥത്തിൽ അഥവാ ക്രൈസ്തവ ലോകത്ത് സുവിശേഷ വിഹിത സഭകളിൽ എന്നും ഓർക്കുന്ന ഒരു സംഭവം, നിരവധി ആളുകൾ അക്കാലഘട്ടത്തിൽ ആത്മീക നേതൃത്വത്തിലുണ്ടായിരുന്ന വ്യത്യസ്ത സഭകളിലെ പെന്തക്കോസ്ത്, ബ്രദറൻ, അതുപോലെ തന്നെ ബാപ്റ്റിസ്റ്റ്, ചാത്തന്നൂർ ബാപ്റ്റിസ്റ്റിലെ ബഹുമാന്യനായ അതിൻ്റെ പ്രസിഡൻ്റൊക്കെ ഞാൻ ഓർക്കുന്നു. ഞങ്ങൾ കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ മിഷൻ ഹില്ലിലും അനേക മീറ്റിങ്ങുകൾ നടത്തി. എന്താണെന്നറിയാമോ? ബൈബിളിനോടുകൂടെ അപ്പോക്രിഫ പുസ്തകങ്ങൾ കൂടെ ചേർക്കാൻ ഒരു നീക്കം ബൈബിൾ സൊസൈറ്റി ആരംഭിച്ചു. അത് തടയിട്ടത് ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ നേതൃത്വം നൽകിയ ഈ മാസികയിൽ സുദീർഘമായിട്ടുള്ള, അത് മാത്രമല്ല സയുക്തികമായിട്ടും ഏറ്റവും ഉചിതവുമായിട്ടുള്ള എഡിറ്റോറിയൽസ്, ലേഖനങ്ങൾ ആ മാസികയിൽ വരികയും ബൈബിൾ സൊസൈറ്റി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ആ മീറ്റിങ്ങുകൾ കൊണ്ട് എനിക്ക് സാധിച്ച ഒരു വലിയ നേട്ടമുണ്ട്. വ്യത്യസ്ത ക്രൈസ്തവ ലോകത്തെ, നമ്മുടെ മലയാളി ക്രൈസ്തവ മേഖലകളിലെ നിരവധി അറിയപ്പെടുന്ന ദൈവദാസന്മാരുമായി വ്യക്തിബന്ധം സ്ഥാപിക്കുവാൻ, ആത്മീക ബന്ധം, സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞാൻ പറയട്ടെ, ഇതെല്ലാം ദൈവം പാവപ്പെട്ടവനായ എന്നെ, ഞാൻ അതേ വാക്ക് ആവർത്തിച്ച് പറയട്ടെ, എളിയവനായ എന്നെ അവിടുത്തെ മഹത്തായ ശുശ്രൂഷയ്ക്ക് പിൽക്കാലത്ത് ഉപയോഗിക്കുവാനുള്ള വേദി ഒരുക്കുകയായിരുന്നു. ആ സമയത്ത് മിക്ക യോഗങ്ങളിലും ഉദ്ഘാടകനായിരുന്ന വ്യക്തിയായിരുന്നു ആർ കൃഷ്ണൻകുട്ടി. എൻ്റെ പിതാവിൻ്റെ കാലം തൊട്ട് എനിക്ക് പരിചയമുള്ള അനുഗ്രഹീതനായ വ്യക്തിയാണ്. ചുരുക്കത്തിൽ ഈ മിഷൻ ഹില്ലിലെ ഈ എൻ്റെ ജീവിതം, എൻ്റെ ശുശ്രൂഷയുടെ പുതിയ മേഖലകൾ കണ്ടെത്തുകയല്ല, പുതിയ മേഖല അറിയാൻ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച പുതിയ മേഖലകൾ ഏതൊക്കെയാണെന്ന് അനുഭവിച്ചറിയുവാനും ദൈവം ഭാഗ്യം നൽകി. അപ്പോൾ തന്നെ കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും നടക്കുന്ന സുവിശേഷ യോഗങ്ങളിൽ കർത്താവിൻ്റെ വചനം അറിയിക്കുവാനുള്ള അവസരവും എനിക്ക് ലഭ്യമായിക്കൊണ്ടേയിരുന്നു. അവിടെ നിന്നായിരുന്നു എൻ്റെ യാത്ര. മിഷൻ ഹില്ലിൽ നിന്ന് നിരവധി കൺവെൻഷനുകളിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യണം, പ്രസംഗകരെ ഓരോ സ്ഥലത്തേക്കും, ഒരു സമയത്ത് 2 സ്ഥലത്തോ 3 സ്ഥലത്തോ ഒക്കെ മീറ്റിംഗ് നടക്കുന്ന സമയമാണ്. അത് ഓർഗനൈസ് ചെയ്യുക മാത്രമല്ല, ഓരോ സ്ഥലത്തേക്കുമുള്ള ശുശ്രൂഷകരെ ആരൊക്കെയാണ് എന്ന് അറിഞ്ഞ്, ആരൊക്കെയാണെന്ന് തിരഞ്ഞ് കണ്ടെത്തി ആ സ്ഥലത്തേക്ക് അയക്കണം. ഞാനും പോകണം. ശ്രദ്ധിക്കണേ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരങ്ങളൊക്കെ അവിടെ വേറെ ആളുകളുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ, സൗണ്ട് സിസ്റ്റം, അത് ശ്രദ്ധിക്കണം. പാട്ട് പാടണം, ഡ്രം അടിക്കണം,
മാത്രമല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ചില സമയത്ത് ഏറ്റവും ഒടുവിൽ പ്രസംഗകർ പ്രസംഗിച്ചു കഴിഞ്ഞാൽ, മിക്കവാറും മിഷണറിമാരാണ് പ്രസംഗിക്കുക, അതിൻ്റെ ഒടുവിൽ ഒരാഹ്വാനം, അതൊരു സന്ദേശമായി കൊടുക്കണം. എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം, അനുഗ്രഹീതനായ കർത്താവ് തൻ്റെ ആത്മാവിനാൽ അന്ന് ചെയ്തെടുക്കുവാൻ, അന്നത്തെ ആ ശുശ്രൂഷയുടെ തിരക്ക് എനിക്ക് മറക്കാൻ കഴിയില്ല. അവിസ്മരണീയമായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്തേക്ക് ഞങ്ങളുടെ ആ പ്രവർത്തനം വ്യാപിച്ചിരുന്നില്ല. അങ്ങോളം ഇങ്ങോളം തലങ്ങും വിലങ്ങും യാത്ര ചെയ്ത് ദിനരാത്രങ്ങൾ കർത്താവിന് വേണ്ടി ഓടുവാൻ, അധ്വാനിക്കുവാൻ ദൈവം കൃപ നൽകി. എന്ന് മാത്രമല്ല, ഈ പ്രസംഗങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചില സന്ദർഭങ്ങളിൽ അവസാനത്തെ ആഹ്വാനം മാത്രമല്ല, ചില സന്ദർഭങ്ങളിൽ വചനം ശുശ്രൂഷിക്കുകയും ചെയ്യണം. എൻ്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുന്നു. അനേകരെ കർത്താവിങ്കിലേക്ക് നടത്തുവാൻ, ആത്മാക്കളെ നേടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അങ്ങനെ ആ മാസിക പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ ഓർക്കണം, ഒരു നല്ല എഡിറ്ററായിട്ട് എഡിറ്റോറിയൽസ് എഴുതുവാനുള്ള കൃപാവരം തന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ ഉപയോഗിച്ച കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ എഴുതിയ നിരവധി ലേഖനങ്ങൾ ഇന്ന് എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ല. വലിയ നഷ്ടമാണ് അത് ഇന്നോർക്കുമ്പോൾ. അവയൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പോവുകയാണ്. തുടർന്ന് സ്വർഗത്തിലെ ദൈവം ഒരു ബൈബിൾ കോളേജിലെ അധ്യാപകനായും, ബൈബിൾ കോളേജ് കേവലം ഒരു ബൈബിൾ സ്കൂളല്ല, ഒരു ബൈബിൾ കോളേജിലെ അധ്യാപകനായും കർത്താവിനെ ശുശ്രൂഷിക്കാൻ, ദൈവവചനത്തിന് സാക്ഷിയായി തീരുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയ അനുഗ്രഹീതമായ നാളുകൾ ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ എൻ്റെ പ്രവർത്തനങ്ങളുടെ മേഖല വിസ്തൃതമായി. ഈ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന ആ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഓരോ സെക്ഷനുകളായിട്ട് തിരിച്ചായിരുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ ഒരു ഭാഗം, അതുപോലെ തന്നെ കൊട്ടാരക്കര മേഖലയിലുള്ള ഒരു സെക്ഷൻ, റാന്നിയിലെ സെക്ഷൻ, മാത്രമല്ല മലബാർ സെക്ഷൻ, ഇങ്ങനെ വ്യത്യസ്ത സെക്ഷനുകളായിട്ട്, എൻ്റെ ഓർമ്മയിലുള്ളതൊക്കെയാണ് ഞാനീ പറയുന്നത്. ഈ തിരുവല്ലയിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത സെക്ഷനുകളായിട്ട് തിരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ നടന്നത്. ഓരോ സെക്ഷൻ്റെയും കീഴിൽ 30 സഭകളുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണം, ഒരു വലിയ വൃത്തത്തിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു സന്ദർഭം ദൈവം ഒരുക്കുകയായിരുന്നു. ഈ മുഴുവൻ സെക്ഷനുകളിലും ഞാൻ പോകേണ്ടിയിരുന്നു. കാരണം എന്താണെന്നറിയാമോ? സെക്രട്ടറി ആയിട്ട് ഒ കുഞ്ഞപ്പി എന്ന് പേരുള്ള ഒരു ദൈവദാസനാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. മുഴുവൻ കറസ്പോണ്ടൻസ് കാര്യങ്ങളും ചെയ്യേണ്ടിയിരുന്നത് ഞാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ സെക്ഷനുകളിലെല്ലാം നടക്കുന്ന കൺവെൻഷനുകളിലും ആത്മീയ പ്രവർത്തനങ്ങളിലും മാസയോഗങ്ങളിലും ഇങ്ങേയറ്റം കോട്ടേജ് മീറ്റിങ്ങുകളിൽ പോലും സംബന്ധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ട ആവശ്യകത ദൈവം ഒരുക്കി. എന്തിനാണ്? നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ദൈവം ഉപയോഗിക്കുകയായിരുന്നു. കർത്താവിൻ്റെ മഹത്തായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ പരിശീലിപ്പിച്ച ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടാൻ ശ്രമിച്ചത്. ഈ കാലഘട്ടത്തിലാണ് ദൈവം എനിക്ക് അനിതര സാധാരണമായ വിധത്തിലുള്ള ആത്മീക ഫലങ്ങളെ തന്ന് അനുഗ്രഹിച്ചുകൊണ്ട് ഇരുന്നത്. എന്നാൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഇത്രയും മാത്രമല്ലായിരുന്നു, അതിനുപരിയായിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് ഞാൻ പറഞ്ഞല്ലോ. ഈ അപ്പോക്രിഫ പുസ്തകങ്ങളോട് ബന്ധപ്പെട്ട് നടന്ന ശുശ്രൂഷകൾ, അഥവാ ആ ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധയോഗങ്ങളെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ബൈബിളിനോട് കൂടെ ഈ അപ്പോക്രിഫ പുസ്തകങ്ങൾ കൂടെ ചേർക്കാനുള്ള ശ്രമത്തെ ചെറുത്തു നിൽക്കുവാനുള്ള
നിരവധി സമ്മേളനങ്ങൾ, അത് വൻപൻ മീറ്റിങ്ങുകളാണ് നടന്നത്. കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുകയുണ്ടായ ആ സംഭവം, ആ മീറ്റിങ്ങുകൾ, ആ യോഗങ്ങൾ, അന്ന് ഞാൻ പരിചയപ്പെട്ട, അന്ന് ഞാൻ കൂടുതൽ ആഴമായ സുഹൃത്ബന്ധത്തിലേക്ക് വന്നിട്ടുള്ള ദൈവദാസന്മാർ പിൽക്കാലത്ത് എൻ്റെ ശുശ്രൂഷകൾക്ക് എനിക്ക് ചില വഴികൾ തന്നെ, ചില പാന്താവുകൾ തന്നെ വെട്ടിത്തുറന്ന് തരുവാൻ അവർ ഉപയോഗിക്കപ്പെടുകയുണ്ടായി. ഈ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവളും ഒരുമിച്ച് ഞങ്ങൾ താമസിക്കുന്നത് ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഈ മിഷൻ ഹില്ലിലെ ആർലിൻ ക്രിസ്ത്യൻ ഹോം എന്ന ആ സ്ഥലത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞാനൊരല്പം മുന്നോട്ടൊന്ന് പോകട്ടെ. ഈ സഹോദരി, അമേരിക്കയിലുണ്ടായിരുന്ന സഹോദരി എന്ന് ഞാൻ ക്രിസ്തീയ ഒരു ടേം അനുസരിച്ച് ഞാൻ വിളിക്കുകയാണ്. എനിക്ക് മാതൃതുല്യായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. ഈ സഹോദരി തുടർന്നുള്ള കാലഘട്ടത്തിൽ എന്നെ കർത്താവിൻ്റെ വേലയിൽ വളരെയേറെ സഹായിച്ചു. ഞാൻ ഈ മിഷൻ ഹില്ല് വിട്ട് പോരുന്ന സാഹചര്യം, തുടർന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള വിധത്തിൽ വളരെയേറെ ഭാരപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രതിസന്ധിയിലാണ് ഞാൻ മിഷൻ ഹില്ലിലെ താമസം മാറ്റുന്നത്. ഞാനും എൻ്റെ സഹധർമ്മിണിയും ഒരുമിച്ച് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരുന്നത്. ഞാൻ പറയാൻ വന്നത്, ദൈവമൊരുക്കുന്ന വഴികളാണ്. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ, പ്രതികൂലങ്ങളുടെ സംഭവബഹുലമായ അനേക സാഹചര്യങ്ങളിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ മിഷണറി വനിത രത്നം എൻ്റെ ശുശ്രൂഷയ്ക്ക് പിൻബലമായി നിന്നു. ഞാനിങ്ങനെ പറയാം, ഭൗതികമായി പോലും വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭൗതികമായി പോലും എന്നെ സഹായിച്ച് നിലനിർത്താൻ ശ്രമിച്ച അനുഗ്രഹീതയായ ദൈവദാസിയായിരുന്നു ആർലിൻ റൈസ് എന്ന ഈ അനുഗ്രഹീതമായ ക്രിസ്തീയ മിഷണറി, അനുഗ്രഹീതയായ ക്രിസ്തീയ മിഷണറി. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ അനുഗ്രഹീത പശ്ചാത്തലത്തിലാണ് തുടർന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് പോകാനുള്ള അവസരം ദൈവം ഒരുക്കി തന്നത്. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ദൈവം എന്നെ ഒരുക്കുകയായിരുന്നു ഇവിടം മുതൽ.